കൂട്ടുകാരെ, നമ്മളിന്ന് പോകുന്നത് കുറച്ച് ഗപ്പിയെ വാങ്ങിക്കാനായിരുന്നു. മുമ്പ് നമ്മൾ താമരക്കുളത്തിൽ ഒരുപാട് ഗപ്പികളുണ്ടായിരുന്നു. അത് ഈ ഉണക്കത്ത് വെള്ളമൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം ചത്തുപോയി. നമ്മളെ കുളത്തിൽ തന്നെ ഒരു തവളയും കൂടെ ചാടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അങ്ങനെ കുറേ ഗപ്പികളെ തവളയും കൂടെ തിന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ താമരക്കുളത്തിൽ കുറച്ച് പായലും വരാണ്ട് അടുത്ത് എന്താണ് കുട്ട, എന്തൊരു മീനാണ്? ഗപ്പിക്കുട്ടനെ ഇടുന്നതാണ്. അപ്പോൾ നമുക്കിടാം അല്ലേ? ഇതാണ് ഗപ്പിക്കുട്ടൻ. 3 ജോഡി 210. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതേ. നേരത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് കൊണ്ടുവന്ന് കുറച്ച് പായലും വാരി കളഞ്ഞിട്ട് അതിനകത്ത്. പൂവൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഈ പരുവത്തിൽ നിൽക്കുകയാണ്. മുട്ടൊന്നും ഇല്ലല്ലേ? നമ്മൾ കുറേ വിത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പുക്കുട്ടൻ്റെ പ്രധാന വിനോദമാണ് മീൻ വളർത്തുക. മീൻ കുളത്തിൽ മീനിന് എന്നും തീറ്റയിട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ കളിക്കുക, അതിനെ ഉപദ്രവിക്കുക. എന്നും പോയി ഓരോന്നിനെ പൊക്കിയെടുത്തോണ്ട് വരും. അപ്പോൾ നമ്മളിതൊക്കെ വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ വേറൊരു സാധനമുണ്ട് കേട്ടോ. ഇതാണ് വെരി ഡേഞ്ചറസ് സാധനമാണ്. എന്തൊരു സാധനമാണെന്ന് അറിയാമോ? ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. എങ്ങനെ പിടിച്ച് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു ഉപയോഗമില്ല. എങ്ങനെയോ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പിടിച്ചു കാട് കയറി. ഇതാണ് ഇതൊക്കെ നമ്മളെ കുളത്തിലെ അയൽവാസികളാണ് കേട്ടോ. ഒരു കോളിഫ്ലവർ ഉണ്ടായി, തൊട്ടപ്പുറത്തൊരു പേര, കിലോ പേരയാണ്. പിന്നെ ഡ്രാഗൺ, ഇത് 2 വർഷമായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ട് ഇപ്പം ഒരു 5-6 കായുണ്ട്. പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ട് അടുത്ത വിത്തിനായിട്ട് കാത്തു നിൽക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം ഇതിനകത്ത് അടിഞ്ഞു മൂടി കിടന്ന സാധനമാണ്. കുറച്ച് പായൽ, ഇതൊരു വെറൈറ്റി പായലാണ്. എന്തൊരു പായലാണെന്ന് പറഞ്ഞൂടാ. പക്ഷെ ഇതിൻ്റെ ഇല കംപ്ലീറ്റ് മൊത്തം അരിവിനകത്ത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ താമരക്കുളം ഒന്ന് വൃത്തിയാക്കലാണ് നമ്മളെ ഇന്നത്തെ ജോലി. അപ്പോൾ നമ്മൾ ഇത് വൃത്തിയാക്കി ഏകദേശം കുറേ ആക്കിയിട്ടുണ്ട്. പായലെല്ലാം കുറേയൊക്കെ വാരി. നമ്മളിവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടാ പാടാ, നമ്മൾ എന്തിനായി വൃത്തിയാക്കി? എന്തിനായി? ഒരു വിചിത്ര പായലും കൂടെ എടുത്ത് കേട്ടോ. എന്തൊരു പായലാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുളത്തിലോട്ട് പോകാം. തീർന്നില്ലേ? പറഞ്ഞു തീർന്നാ? ഓക്കെ. നമ്മൾ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട്? എത്ര വർഷമൊന്നും ആയിട്ട്, എത്ര മാസമായി? ഇത് നമുക്ക് ഒരു മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പൂവുണ്ടായിരുന്നു. അപ്പം നമ്മൾ കിട്ടിയ പൂവെല്ലാം നമ്മൾ അമ്പലത്തിൽ കൊടുത്തു. ഇത് പൂ കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം. ഇതെന്നാണ് വിത്ത് പറയണത്. ഈ വിത്ത് ഇത്രയും നിൽക്കണമെങ്കിലും 1-2 കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ വിത്ത് എടുത്തതാണ്. ഇതൊക്കെ വാരി പായലാണ്. പായലത്രയും വാരി നമ്മളെ പേരവരെ മൂട്ടി കിട്ടും. നമ്മളൊരു കുഞ്ഞൻ പേരത്തെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ 2 കായുണ്ട്. ഇതാ ഒരെണ്ണം ഇവിടെ ഒഴിച്ചിടണം. അപ്പോൾ നമ്മളെ ഗപ്പിക്കുട്ടന്മാരെ ഇതിലോട്ട് ഇറക്കണം കേട്ടോ. ആദ്യം ഉദ്ഘാടനം ചെയ്യണ അപ്പൂസാണ്. അപ്പൂസിൻ്റെ കയ്യിൽ വീഴ്ത്തി കൊടുക്കണമെന്നാണ് അപ്പൂസ് പറയണം.
അതിന് ഓടിക്കുന്നു. ചേച്ചി വീഴ്ത്തങ്ങോട്ട് കഴിക്കണം. പതുക്കെ അങ്ങനെ. ഓക്കെ വേണ്ട അതങ്ങടി പോയി. ഇന്ന് രാവിലെയൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ. അപ്പം ഗപ്പിക്കുട്ടന്മാരെയൊക്കെ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഓടി കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇട്ട 6 എണ്ണമാണ്, 3 ജോഡി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പെറ്റ് കൂട്ടുമല്ലോ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ടാറ്റാ.